പിണറായി 2.0 കുറിച്ചുള്ള കോൺഗ്രസിന്റെയും ബി ജെ പിയും വിമർശനം അല്ല ജി സുധാകരൻ പറയുന്നത്. ആ വിമർശനം കോൺഗ്രസും അവർ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ അവർക്ക് വിമർശനം. ഈ സുധാകരൻ കമ്മ്യൂണിസ്റ്റുകാരെന്ന നിലയ്ക്ക് CPM-ന്റെ അകത്തൊരാളെന്ന നിലയ്ക്ക് ഈ ഗവൺമെന്റ് CPM-ന്റെ പൊളിറ്റിക്കൽ പ്രോഗ്രാമെന്ന് വ്യതിചലിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ കാലത്ത് ഈ കെട്ടിപ്പൊക്കിയ പല കഥകളും കെട്ടിപ്പൊക്കിയതാണെന്ന് കോൺഗ്രസും പോലും ബി ജെ പി പറഞ്ഞ പോലല്ല. ആ വിമർശനം ഉന്നയിക്കുന്നത് ന്യായമല്ല. അല്ലാണ്ട് അദ്ദേഹം പിണറായി വിജയനെ കുറിച്ച് വ്യക്തിപര അധിക്ഷേപം ഉന്നയിച്ചിട്ടില്ല. ഈ ഗവൺമെന്റ് പല പെർഫോമൻസുമായി ബന്ധപ്പെട്ട് അത് റോഡായി ബന്ധപ്പെട്ട് പെർഫോമൻസ് സംബന്ധിച്ച് അദ്ദേഹം ഉന്നയിക്കുന്ന വിമർശനം, അതുപോലെ ശബരിമലയെ ബന്ധപ്പെട്ട് അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് ഒരു തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിക്കാൻ, ആ തിരുത്തൽ ശക്തി പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മൾട്ടി പാർട്ടി ഡെമോക്രസി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചും അതിൻ്റെ അകത്തൊരു നേതാവ് തിരുത്താണെങ്കിൽ ആ തിരുത്തിൽ ഉൾക്കൊള്ളാൻ ശേഷിയില്ലാത്ത കുറേ ആൾക്കാർ ഈ ആലപ്പുഴ ജില്ലയിൽ നിന്ന് മനസ്സിലാക്കാം. അത് നമുക്ക് തുടർന്നീളം സ്ഥാനം. ഇപ്പോൾ ജി സുധാകരനെ പോലെയാണ് സാംസ്കാരിക വകുപ്പ്. ജി സുധാകരൻ്റെ കവിതയെക്കുറിച്ച് പറഞ്ഞു, കവിതയും നോവലും വെറുതിരിച്ചറിയാൻ അറിയാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇരിക്കുന്നതാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഇടപെടൽ അദ്ദേഹത്തിന് വലിയ ഒരു അസ്വസ്ഥ ഉണ്ടാക്കേണ്ട കാര്യം ഈ വളരെ ഒരു പൊളിറ്റിക്കൽ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു കാഴ്ചപ്പാടിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ചില തിരുത്തൽ ശക്തിയായിട്ട് അല്ലെങ്കിൽ തിരുത്തലായിട്ട് പറയുമ്പോൾ അത് കേൾക്കാതെ, അതിനെ മനസ്സിലാക്കാതെ, അതിനെ അംഗീകരിക്കാതെ, അദ്ദേഹത്തെ ചർച്ച നടത്താതെ, അദ്ദേഹത്തിനെ പി കൃഷ്ണപിള്ള തുടങ്ങിയ പി കൃഷ്ണപിള്ളയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുപ്പിന്ന് ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തെ അവിടുത്തെ ആസൂത്രണം വേണ്ടി സലാമും സഹിച്ചനെ പോയ പുതിയ തലമുറ നേതാക്കൾ, കാര്യം ഇദ്ദേഹത്തിന്റെ ആശ്രിതരായി വന്ന ആൾക്കാർ പല ആൾക്കാർ അവർ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന വ്യക്തിപരമായ മുതിർന്ന നേതാവിനെ വാല്യൂ ചെയ്യില്ല എന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുന്ന ആളുകൾ, അദ്ദേഹത്തെ തീർക്കാൻ ഇറങ്ങിയിരിക്കുന്നവർ, അദ്ദേഹത്തെ ഒതുക്കാൻ ഇറങ്ങിയിരിക്കുന്നവർ, അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ പ്രതിഫലനമായിട്ടാണ് അതിനെ കാണുന്നത്. ശ്രീ ദാമോദരൻ, അല്ല, ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് രാഷ്ട്രീയം എന്ന് പറയുന്ന സമയത്ത് സുധാകരൻ പ്രതിദാനം ചെയ്യുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയമുണ്ട്, കമ്മ്യൂണിസ്റ്റ്. ആ രാഷ്ട്രീയമല്ല സൈചറിയൻ പ്രതിദാന രാഷ്ട്രീയം. ആ രാഷ്ട്രീയമല്ല, ആ രാഷ്ട്രീയത്തിന്റെ ക്ലാഷാണ്. സൈചറിയൻ പ്രതിദാനം ചെയ്യുന്ന നവലിബറൽ ആയിട്ടുള്ള ഇന്നത്തെ മുതലാളിത്ത പാതയുടെ അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയത്തെ സൈചറിയൻ പ്രതിദാനം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിലപാട് പല ഘട്ടത്തിലും കണ്ടത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്താണ്. ഇപ്പൊ മോഹൻലാലെ ബന്ധപ്പെട്ട 2 കോടി ചെലവാക്കി എന്താ കുഴപ്പമിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ നല്ല പൈസ, സർക്കാരിന്റെ പൈസയാണ്. അത് പൈസ ലാക്കുന്ന കണക്കും പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പൈസ, അദ്ദേഹത്തിന് ട്രസ്റ്റിൽ നിന്ന് കൊടുക്കുന്ന പൈസ. ഭരണഘടന, അതെ, അത് സൂചിപ്പിച്ചു. അതിന്ന് ജി സുധാകരൻ സൂചിച്ചു. ഭരണഘടനയെക്കുറിച്ച് ഏറ്റവും വികലമായ, അതായത് ഭരണഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടി, അതായത് ഇന്നത്തെ കാലം നമുക്കറിയാം ഭരണഘടന വക്രീകരിക്കുന്നു, വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടി ഭരണഘടന സംരക്ഷണം പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ഭരണഘടന CPM ഭരണഘടന അല്ലെങ്കിൽ കൂടി അതിനുവേണ്ടി നിലകൊള്ളുന്ന സമയത്താണ് ഭരണഘടനയെക്കുറിച്ച് ഏറ്റവും അധിക്ഷേപകരമായ വിധത്തിൽ അതിനെ ഏറ്റവും മോശപ്പെടുന്നത് അദ്ദേഹം ഒരു സാംസ്കാരിക മന്ത്രിയാണ്.